നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടെലിഗ്രാം ആപ്ലിക്കേഷൻ മേധാവി പവേൽ ദുരോവ് അറസ്റ്റിൽ. പാരീസിലെ വിമാനത്താവളത്തിൽ വെച്ചാണ് പവേൽ അറസ്റ്റിലായതെന്നാണ് റിപ്പോർട്ടുകൾ. ടെലഗ്രാമിലൂടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ പവേൽ ദുരോവ് പരാജയപ്പെട്ടു എന്നാണ് കുറ്റം. ടെലഗ്രാമിന്റെ സഹസ്ഥാപകനും സിഒയുമാണ് റഷ്യൻ വംശജനായ പവേൽ ദുരോവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം. സംഭവത്തിൽ ടെലിഗ്രാമും പാരീസ് റഷ്യൻ എംബസിയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പവേൽ ദുബായിലാണ് നിലവിൽ താമസിക്കുന്നത്. ടെലിഗ്രാമിന്റെ ആസ്ഥാനവും ദുബായിലാണ്. ഫ്രഞ്ച് പൗരത്വത്തിന് പുറമെ UAE പൗരത്വവും പവേലിനുണ്ട്. ഫോർബ്സ് പുറത്തുവിടുന്ന വിവരങ്ങൾ പ്രകാരം $15.5 ബില്യൺ ആസ്തിയാണ് പവേലിനുള്ളത്. പവേലും സഹോദരങ്ങൾ നിക്കോലയും ചേർന്ന് 2013 ടെലിഗ്രാം സ്ഥാപിക്കുന്നത്. 900 ദശലക്ഷം ആക്റ്റീവ് യൂസർമാരാണ് ടെലഗ്രാമിനുള്ളത്. ടെലഗ്രാമിന് മുൻപ് VK എന്ന പേരിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം റഷ്യയിൽ പവേൽ ദുരോവ് സ്ഥാപിച്ചിരുന്നു. VK സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ പ്രതിപക്ഷ കമ്മ്യൂണിറ്റികൾ അടച്ചുപൂട്ടാനുള്ള സർക്കാർ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് 2014 പവേൽ റഷ്യ വിടുകയായിരുന്നു. ശേഷം ആപ്പ് വിൽക്കുകയും ചെയ്തു. ആരെങ്കിലും നിന്ന് ഉത്തരവ് സ്വീകരിക്കുന്നതിനേക്കാൾ താൻ സ്വതന്ത്രനായിരിക്കുമെന്ന് അന്ന് പവേൽ പ്രതികരിച്ചത്. പണവും ബിറ്റ്കോയിനും മാത്രമാണ് തന്റെ പക്കലുള്ളതെന്നും റിയൽ എസ്റ്റേറ്റ്, ജെറ്റ് അല്ലെങ്കിൽ ബോട്ടുകൾ പോലെയുള്ള വലിയ സ്വത്തൊന്നും തനിക്കില്ലെന്നും പവേൽ അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ലഹരിമരുന്ന് കടത്ത്, സൈബർ ഇടത്തിലെ ഭീഷണിപ്പെടുത്തൽ, തീവ്രവാദം പ്രോത്സാഹിപ്പിക്കൽ, സംഘടിത കുറ്റകൃത്യങ്ങൾ, വഞ്ചന എന്നീ കുറ്റങ്ങളാണ് ദുരോവിനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഈ വിഷയത്തിൽ ടെലഗ്രാം ആപ്പിന്റെ പ്രതികരണം ലഭ്യമായിട്ടില്ല. വിഷയത്തിൽ ഫ്രഞ്ച് സർക്കാരോ പോലീസോ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അതേസമയം എന്തിനാണ് ദുരോവിനെ അറസ്റ്റ് ചെയ്തതെന്നും ചോദ്യം ചെയ്തതെന്നും താമസിയാതെ വ്യക്തത വരുത്തുമെന്ന് റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. റഷ്യ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ പൗരത്വം ദുരോവിനുണ്ട്. ജനിച്ചത് റഷ്യയിലാണ് എങ്കിലും റഷ്യയുമായി അദ്ദേഹത്തിന് ബന്ധം അത്ര മെച്ചമല്ല. ദുരോവ് റഷ്യയിൽ വി കോണ്ടാക്ട് എന്ന ആപ്പ് പ്രവർത്തിപ്പിച്ചു വരികയും അതിലുള്ള പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മകൾ നീക്കം ചെയ്യാൻ വ്ളാഡിമിർ പുടിൻ ആവശ്യപ്പെട്ടതാണ് പ്രശ്നത്തിന് കാരണമായത്. ദുരോവ് അത് ചെയ്യാൻ കൂട്ടാക്കിയില്ല. 2014 അദ്ദേഹം റഷ്യ വിടുകയായിരുന്നു. ഈ ആപ്പ് അദ്ദേഹം പിന്നീട് വിറ്റു. പിന്നീട് ടെലിഗ്രാമിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2017 മുതൽ ദുബായിലാണ് ദുരോവ് താമസിക്കുന്നത്. സന്ദേശങ്ങൾ കൈമാറുന്ന ആപ്ലിക്കേഷനുകളെ സർക്കാരുകൾ നിയന്ത്രിക്കരുതെന്ന നിലപാടുകാരനാണ് ദുരോവ്. സർക്കാരുകൾക്ക് ആപ്പുകൾ പിൻവാതിൽ തുറന്നു കൊടുക്കുന്നതിന് അദ്ദേഹം ശക്തമായി എതിർത്തു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായ സെൻസർഷിപ്പാണ് ഇതെന്നും ദുരോവ് പറയുന്നു. എന്നാൽ ടെലിഗ്രാം ആപ്പ് തീവ്രവാദ ഗ്രൂപ്പുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് ഏറെ ചർച്ചയായിരുന്നു. ടെലിഗ്രാമിന്റെ ശക്തമായ എൻക്രിപ്ഷൻ സൗകര്യം മൂലം സന്ദേശങ്ങൾ രഹസ്യമായിരിക്കും. ഇത് ക്രിമിനലുകളും തീവ്രവാദികളും ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്യപ്പെട്ടു. ഫ്രാൻസ് അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ടെലിഗ്രാമിന്റെ എൻക്രിപ്ഷൻ നയത്തിനെതിരെയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പവേൽ ദുരോവ് ഉയർത്തുന്ന വാദങ്ങൾ ലോകത്തിലെ വലിയൊരു വിഭാഗം ജനാധിപത്യവാദികളെ ആകർഷിക്കുന്നുമുണ്ട്. ഇക്കാരണത്താൽ തന്നെ വരും ദിവസങ്ങളിൽ ദുരോവിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്.